ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിങ്സ്പെയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫിസിക്സിലെ തിങ്കളും താരങ്ങളും എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. തിങ്കളും താരങ്ങളും. അപ്പോൾ നമ്മുടെ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ്. സ്റ്റാഴ്സും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പാഠഭാഗമാണ്. ഇവിടെ ഒരു ഡയറി എഴുതിയിട്ടുണ്ട്. ജനുവരി 8 ചൊവ്വാഴ്ച എഴുതിയൊരു ഡയറിയാണ്. ആകാശ കാഴ്ചകൾ എന്നും എന്നെ വിസ്മയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സൂര്യൻ എല്ലാ ദിവസവും രാവിലെ കിഴക്കുദിക്കുകയും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത്? എല്ലാ ദിവസവും സൂര്യൻ പകൽ സമയത്ത് ആകാശത്തുണ്ടാവും. ചന്ദ്രനോ ഒരു ദിവസം തേങ്ങാപ്പൂള് പോലെ വൈകിട്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ, വേറൊരു ദിവസം സന്ധ്യയ്ക്ക് പൂർണ്ണവട്ടത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ. നക്ഷത്രങ്ങളുടെയും സ്ഥാനം മാറുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ നക്ഷത്രങ്ങൾ ചന്ദ്രനും എങ്ങനെയാണ് ഇത്രയും വ്യത്യാസത്തിൽ വരുന്നത് എന്നാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഷാജി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഡയറിയാണ്. സോ ഡയറി കുറിപ്പിൽ നിന്ന് ചില ഭാഗങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും അവൻ മുന്നോട്ട് വെച്ചിട്ടുള്ള സംശയങ്ങൾ കുറേ നമുക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നിവയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്? നമുക്ക് ജോഗ്രഫിയിൽ ഇതിനകം തന്നെ ഇത് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ ഗ്രഹണങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ടും പഠിച്ചതാണ്. അത് കേട്ടിട്ടില്ലാത്തവർ നമ്മുടെ ജോഗ്രഫി ക്ലാസ് കേൾക്കുക. ഞാനതിൻ്റെ ലിങ്ക് എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടോ. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ: ഭൂമി ഏതാകൃതിയിലാണ്? ഗോള ആകൃതിയിലാണ്. ഭൂമി ഗോളാകൃതിയിലാണ്. ഇനി സൂര്യനും ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് അല്ലേ? സൂര്യനിൽ നിന്നാണ്. ചന്ദ്രനാണ് ഭൂമിയുടെ ഏക ഉപഗ്രഹം. ദെൻ ഭൂമിയുടെ ഭ്രമണം മൂലമാണ് രാവും പകലും തുടർച്ചയായിട്ടുണ്ടാകുന്നത്. ദെൻ ഭൂമിയുടെ പരിക്രമണം മൂലമാണ് നമുക്ക് കാലാവസ്ഥ ഉണ്ടാകുന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ രാത്രിയും പകലും ഭൂമിയിൽ എല്ലായിടത്തും ഒരേ സമയം പ്രകാശം പതിക്കുന്നുണ്ടോ? ഇല്ല. ഭൂമിയുടെ പകുതിയിൽ മാത്രമേ ഒരു സമയം പ്രകാശം പതിക്കുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഭൂമിയുടെ ഒരു ഭാഗത്ത്, സൂര്യന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഭാഗത്ത് പകലും നേരെ വിപരീത ഭാഗത്ത് രാത്രിയുമാണുള്ളത്. രാവും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭൂമിയുടെ ഭ്രമണം മൂലമാണ് രാവും പകലും ഉണ്ടാകുന്നത്. സോ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു പ്രവർത്തനം ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? മുകളിൽ ഒരു ബൾബൊക്കെ കത്തിച്ചിട്ട് ഗ്ലോബിൽ പ്രകാശം തട്ടുന്ന ഭാഗത്ത് ഇത്രയും ഭാഗത്ത് രാവിലെയും മറ്റു ഭാഗത്ത് രാത്രിയുമാണെന്നൊക്കെ കുട്ടികളോട് പരീക്ഷണം ചെയ്ത് കണ്ടെത്താൻ പറയുന്നുണ്ട്. സോ ഞാനത് വായിക്കുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദെൻ ഇവിടെ ചോദിക്കുന്നുണ്ട്, ഗ്ലോബ് ഇടത്തോട്ട് തിരിക്കുന്ന സമയത്ത്, ഗ്ലോബ് ഇടത്തോട്ട് തിരിയുമ്പോൾ കറക്കം ഏത് ദിശയിൽ നിന്നും ഏത് ദിശയിലേക്കാണ് എന്ന് അടയാളം രേഖപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് പഠിച്ചതല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. റെഡിയല്ലേ? ഓക്കെ. ദെൻ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കേട്ടോ. പക ഭൂമിക്ക് പകയാണ് എന്ന് പഠിക്കാം. ഭൂമിക്ക് പക ഭ്രമണം ചെയ്യുമ്പോൾ ഭൂമിക്ക് പകയാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും ലഭിക്കുന്നത്. ഇനി ഉദയവും അസ്തമയവും. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. പിറ്റേന്ന് രാവിലെ വീണ്ടും കിഴക്ക് തന്നെ ഉദിക്കുന്നു. പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ എങ്ങനെയാണ് വീണ്ടും കിഴക്കുദിക്കുന്നത്? ദെൻ ഇവിടെ ഒരു പരീക്ഷണമൊക്കെ കുട്ടികളോട് ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു ഗ്ലോബ് കണ്ടില്ലേ? ഒരു ഗ്ലോബ് ഇങ്ങനെ വെക്കുന്നു. ഇവിടെ ഒരു വലിയ ലൈറ്റ്, ഒരു ഗോളം പോലത്തെ ലൈറ്റ് വയ്ക്കുന്നു. എന്ന് ഗ്ലോബ് ഇങ്ങനെ തിരിക്കുന്നു അല്ലെ? ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. സോ ആ ഒരു സൂര്യൻ അവിടെ അങ്ങനെ നിൽക്കുകയും ഗ്ലോബ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താ? ഉദയം എന്ന് പറഞ്ഞാൽ, ഉദയം ചെയ്യുന്ന സമയത്ത് ആ വെള്ളപ്പൊട്ട്, മുകളിലിരിക്കുന്ന ആ ഒരു വെള്ളപ്പൊട്ട്, ഈ വെള്ളപ്പൊട്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? സൂര്യൻ ഉദിക്കുന്നു. ഈ കാണുന്ന വെള്ളപ്പൊട്ട് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുമ്പോൾ സൂര്യൻ ഉദിക്കുന്നു. ദെൻ നട്ടുച്ച, ഈ വെളുത്ത പൊട്ട് വെളിച്ചത്തിൻ്റെ മേൽ നിൽക്കുന്ന ഭാഗത്ത് കറക്റ്റ് ഇവിടെ വരുന്ന സമയത്ത് നട്ടുച്ചയാകുന്നു.
ദെൻ ഈ വെളുത്ത പൊട്ട് വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പോകുന്ന സമയത്ത്, അപ്പോൾ ഈ സൂര്യന്റെ ദിശ അറിയുന്നതിന് വേണ്ടിയും ഭൂമിയുടെ സ്ഥാനം അറിയുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരു വെള്ളപ്പൊട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളപ്പൊട്ട് ഈ ഇരുട്ടിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് രാവിലെ, ഇത് നേരെ സൂര്യന്റെ നേരെ വരുമ്പോൾ നട്ടുച്ച, ഇങ്ങോട്ട് പോകുമ്പോൾ അത് ഇരുട്ട് അഥവാ രാത്രി അസ്തമയം. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു. അപ്പോൾ സത്യത്തിൽ ഭൂമിയുടെ കറക്കം കാരണം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അല്ലേ. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നവർക്ക് അത് ഉദയമായിട്ട് ഫീൽ ചെയ്യുന്നു. ഇനി വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പോകുന്ന ആൾക്കത് അസ്തമയമായിട്ട് ഫീൽ ചെയ്യുന്നു. നോക്കിയാൽ ഈ എ എന്ത് ചെയ്യാണ്, ഇരുട്ടിൽ നിന്നും ബി എന്ന സ്ഥാനത്തേക്ക് വരികയാണ്, അപ്പോൾ വെളിച്ചത്തിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് പകലാണ്. എന്നാൽ ബി തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ വെളിച്ചത്തിൽ നിന്ന് നേരെ ഇരുട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് അസ്തമയമായിട്ട് ഫീൽ ചെയ്യുന്നു. ഏത് സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടിയാണ് സൂര്യോദയം കാണുന്നത്? എയിൽ നിൽക്കുന്ന കുട്ടിക്ക് സൂര്യൻ ഉദിക്കുന്നത് കാണാൻ കഴിയും. സൂര്യനെ കാണുന്നത് ഏത് ദിശയിലാണ്? സൂര്യനെ കാണുന്നത് കിഴക്കാണ് അല്ലേ. ദെൻ പിന്നീട് നമുക്ക് പറയാം ഏത് സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടിയാണ് നട്ടുച്ച അനുഭവപ്പെടുന്നത്? അപ്പോൾ നേരെ ഈ ഭാഗത്ത് നിൽക്കുന്ന കുട്ടിക്ക് നട്ടുച്ചയാണ്. ദെൻ ബി സൂര്യനെ കാണുന്നത് എവിടെയാണ്? തലയ്ക്ക് മുകളിലാണ് അല്ലേ, ഇവന്റെ തലയ്ക്ക് മുകളിലാണ്. ഇനി ഏത് സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടിക്കാണ് അസ്തമയം കാണുന്നത്? സി എന്ന കുട്ടി അസ്തമയമാണ് കാണുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നോക്കുന്നത് ഇപ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്താണ് ഉള്ളത്. അപ്പം ഈ രീതിയിലാണ് നമുക്കും ഫീൽ ചെയ്യുന്നത് അല്ലേ, ഈ രീതിയാണ് നമുക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പട്ടിക വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൂര്യന്റെ സ്ഥാനം വാസ്തവത്തിൽ മാറുന്നില്ല. ശ്രദ്ധിക്കുക, സൂര്യന്റെ സ്ഥാനം വാസ്തവത്തിൽ മാറുന്നില്ല. പ്രഭാതത്തിൽ കിഴക്ക് കാണുന്ന സൂര്യനും ഉച്ചയ്ക്ക് തലയ്ക്ക് മുകളിലെത്തുന്ന സൂര്യനും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനും യഥാർത്ഥത്തിൽ ഒരേ സ്ഥാനത്ത് തന്നെയാണ്. ഭൂമിയുടെ ഭ്രമണമാണ് ഉദയാസ്തമയങ്ങൾക്ക് കാരണം അല്ലെ. പ്രഭാതത്തിൽ കിഴക്ക് കാണുന്ന സൂര്യനും ഉച്ചയ്ക്ക് തലയ്ക്ക് മുകളിലെത്തുന്ന സൂര്യനും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനും യഥാർത്ഥത്തിൽ ഒരേ സ്ഥാനത്ത് തന്നെയല്ലേ. ഭൂമിയുടെ ഭ്രമണമാണ് ഇതിനെല്ലാം കാരണം. ഓക്കെ അല്ലേ. അപ്പോൾ രാത്രിയും പകലും ഉദയാസ്തമയങ്ങൾ ഒക്കെ ഫീൽ ചെയ്യുന്നത് ഭൂമിയുടെ ഭ്രമണം കാരണമാണ്. സത്യത്തിൽ സൂര്യൻ അതിൻ്റെ ആ ഒരു സഞ്ചാരത്തിൽ വ്യത്യാസങ്ങളൊന്നും വരുത്തുന്നില്ല. ഇനി അമ്പിളിയുടെ ആകാശപാത. സൂര്യൻ ദിവസവും കിഴക്കൊതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുകയാണല്ലോ നാം കാണുന്നത്. എന്നാൽ ചന്ദ്രനെ നിത്യവും ഇങ്ങനെ കാണുന്നുണ്ടോ? ചന്ദ്രനെ നമ്മൾ നിത്യവും ഇങ്ങനെയാണോ കാണുന്നത്? കിഴക്ക് പടിഞ്ഞാറ് എന്ന രീതിയിലാണോ കാണുന്നത്? അല്ല അല്ലേ. ചന്ദ്രന് കാണുന്ന മാറ്റം, അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് നോക്കാം. ചന്ദ്രനെ കാണുന്ന സ്ഥാനത്തിന് മാറ്റം വരുന്നുണ്ടോ? വരുന്നുണ്ട്. ചന്ദ്രനെ നമ്മൾ കാണുന്നത് കിഴക്ക് പടിഞ്ഞാറല്ല, പടിഞ്ഞാറ് കിഴക്ക് ദിശയിലാണ്. ചന്ദ്രൻ ഓരോ ദിവസവും വ്യത്യസ്ത സ്ഥാനങ്ങളിൽ കാണപ്പെടുന്നതിനുള്ള കാരണവും ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ ദിശയിൽ നമ്മളതിനെ കാണാൻ കാര്യം. ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത്. 27 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ചന്ദ്രന് ഭൂമിയെ ചുറ്റാൻ 27 ദിവസം വേണ്ടി വരുന്നു. സോ ഈ ഒരു പരിക്രമണം അനുസരിച്ചാണ് നമുക്ക് ചന്ദ്രന്റെ ദിശയും മറ്റും മാറുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. നമുക്ക് ചന്ദ്രനെ നിരീക്ഷിക്കാം. 3 വ്യത്യസ്ത ദിവസങ്ങളിൽ അപ്പു സൂര്യാസ്തമയ സമയത്ത് നിരീക്ഷിച്ച ചന്ദ്രന്റെ സ്ഥാനങ്ങളാണ്. ആദ്യം ചന്ദ്രനെ ഇവിടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്നു, പിന്നെ തൊട്ട് മുകളിൽ കാണുന്നു, പിന്നെ കിഴക്ക് ഭാഗത്ത് കാണുന്നു. ഇങ്ങനെ മാറ്റം വരാനുള്ള കാരണം എന്താണ്? കാരണം ചന്ദ്രന്റെ സഞ്ചാരമാണ് അല്ലേ. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറിക്കാണുന്നത്. 27 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിക്രമണത്തിന്റെ ദിശയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് നമുക്ക് ചന്ദ്രനെ മാറി മാറി കാണാൻ കഴിയും. സോ ഇവിടെയും ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. വൃത്താകൃതിയിൽ നിൽക്കുന്ന ഒരു കുട്ടി, ചന്ദ്രൻ ഇങ്ങനെ സഞ്ചരിച്ചു വരുന്നൊരു പാതയാണ് ഈ കാണിക്കുന്നത്. ഇത് സൂര്യനാണ് കേട്ടോ. സൂര്യൻ അവിടെ തന്നെ നിൽക്കുകയാണ്, ചന്ദ്രനാണ് മാറി മാറി വരുന്നത്. അപ്പോൾ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, എമർജൻസിയിൽ നിന്നുള്ള അഥവാ സൂര്യനിൽ നിന്നുള്ള പ്രകാശം കിട്ടുന്നില്ല. അപ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയില്ല. എന്നാൽ കുറച്ച് ഈ ദിശയിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഭാഗത്ത് വെട്ടം അടിക്കുന്നു. അപ്പോൾ നമുക്ക് ചന്ദ്രനെ ഇങ്ങനെ വൃത്താകൃതിയിൽ കാണാൻ കഴിയുന്നു. കുറച്ചുകൂടി മുകളിലേക്ക് വരുന്ന സമയത്ത് കറക്റ്റ് പകുതി കാണാൻ കഴിയുന്നു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ സൈഡ് മാറുന്നു. ദെൻ ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ കഴിയുന്നു.
അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ പരിക്രമണം മൂലം മാറി മാറി വരുമ്പോഴാണ് നമുക്ക് ചന്ദ്രന്റെ വിവിധ ഷേപ്പുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. അതാണ് ഈ പറയുന്നത്. ഇപ്പോൾ സൂര്യന്റെ പ്രകാശം വരുന്നു, അപ്പോൾ ഇവിടെ സൂര്യന്റെ പ്രകാശം കിട്ടാത്തത് കൊണ്ട് പൂർണ്ണമായിട്ടും ഇരുട്ടാണ്. പിന്നെ സൂര്യന്റെ പ്രകാശം എവിടെയാണോ തട്ടുന്നത് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആ ഒരു ഭാഗം കാണാൻ കഴിയുന്നു. അതാണ് ഈ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അത് അത്രയും വായിക്കുന്നില്ല കേട്ടോ, കുട്ടികൾക്ക് പരീക്ഷണത്തിലൂടെ കിട്ടാൻ വേണ്ടിയാണ് അത്രയും കൊടുക്കുന്നത്. അപ്പൊ അവിടെ 1 വരുമ്പോൾ ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ കഴിയുന്നില്ല. 3 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു പകുതി കാണുന്ന ഒരു സമയമാണ് 3 അല്ലേ. മൊത്തത്തിൽ 5 കൊടുത്തിട്ടുള്ളത്. അപ്പൊ 3 എന്താ സംഭവിക്കുന്നത്, ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ദൃശ്യമാകുന്നു. അപ്പൊ അർദ്ധചന്ദ്രനെയാണ് കാണുന്നത്. ഇനി 5 ചന്ദ്രനിലെ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നു. അപ്പൊ നമുക്ക് പൗർണമിയാണ്, പൂർണ്ണചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്നും കൂടുതലായി കാണുന്നുണ്ട്. പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്ക് വരുമ്പോഴോ ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല. സോ നമുക്ക് ആ നേരത്തെ നോക്കിയത് നേരെ തിരിച്ചു പറഞ്ഞാൽ മതി അല്ലേ. ഈ 5 നിന്നും 4, 3, 2, 1 വരുമ്പോൾ ചന്ദ്രനെ കാണുന്നില്ല. 1 നിന്നും 2, 3, 4, 5 വരുമ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയുന്നുണ്ട്. സോ നമുക്കിതിനെ വൃദ്ധി ക്ഷയം എന്ന രീതിയിൽ പറയാം. അഥവാ ചന്ദ്രൻ അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്ക് വരുന്ന ആ ഒരു യാത്രയെ നമുക്ക് വൃദ്ധി എന്ന രീതിയിൽ പറയാം. അഭിവൃദ്ധി എന്ന് പറയുന്ന പോലെ അവിടെ കാരണം ഇല്ലായ്മയിൽ നിന്നും ഉള്ള അവസ്ഥയിലേക്ക് വരുന്നതാണ്. ഇനി പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്ക് പോകുമ്പോൾ ഉള്ളത് നഷ്ടപ്പെടുകയാണ്. അപ്പം നമുക്ക് ക്ഷയം എന്നതിനെ പറയാം, ക്ഷയം എന്ന് നമുക്കതിനെ പറയാം. സോ ശ്രദ്ധിക്കുക, പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അമാവാസിയിൽ നിന്ന്, അപ്പോൾ ഉള്ളതിൽ നിന്ന് ഇല്ലാത്തതിലേക്കൊന്ന് ചിന്തിച്ചാൽ മതി. അമാവാസി അപ്പോൾ ഇരുട്ടാണ്, അപ്പോൾ ഇല്ലായ്മയാണ്. പൗർണമി പ്രകാശം കൂടുതൽ കിട്ടുന്നു, അപ്പോൾ ഉണ്ട്. അപ്പോൾ ഇല്ലാത്തതിൽ നിന്നും ഉള്ളതിലേക്ക് വരുന്ന സമയത്ത് വൃദ്ധിയാണ്. വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തെ കൂടുതലായി കാണുന്നതാണ് വൃദ്ധി എന്ന് പറയുന്നത്. ഇനി പൗർണമി ആകുമ്പോൾ പ്രകാശമുണ്ട് അല്ലേ. പൗർണമി അമാവാസി ആകുമ്പോൾ പ്രകാശം ഇല്ല, അപ്പം ഇല്ലായ്മയിലേക്ക് പോവുകയാണ്, അപ്പം ക്ഷയമാണ്. വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ്. സോ അത് ക്ഷയമാണ്, ക്ഷയം. അപ്പോൾ പ്രകാശം ഉള്ളതിൽ നിന്നും ഇല്ലായ്മ എന്ന് പറയുമ്പോൾ ക്ഷയമാണ്. ഇനി അമാവാസി ഇല്ലായ്മ, അതിൽ നിന്ന് പൗർണമി പ്രകാശം ഉള്ളതാണ്. അപ്പോൾ ഉള്ളതിലേക്ക് പോകുന്ന സമയത്ത് വൃദ്ധിയാണ്. ഓക്കെ അല്ലേ. ഇനി ചന്ദ്രന്റെ ഭ്രമണ സവിശേഷത. ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി. അതുപോലെ ചന്ദ്രനും ഭ്രമണം ചെയ്യുന്നുണ്ടോ? ചന്ദ്രനും ഭ്രമണം ചെയ്യുന്നുണ്ട്. അതിനുള്ള പരീക്ഷണം ഇവിടെ പറയുന്നുണ്ട്. പരീക്ഷണം ഞാൻ വായിക്കാത്തത് നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ. നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് മനസ്സിലാക്കിയാൽ മതി. ചന്ദ്രൻ 27.25 ദിവസം എടുത്താണ് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത്. അതേ സമയം എടുത്താണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. അപ്പം നിങ്ങളിവിടെ പഠിക്കേണ്ട ഫാക്റ്റുകൾ 3 ഫാക്റ്റുകളാണ്. ചന്ദ്രന്റെ പരിക്രമണ വേഗത 27.25 ദിവസം, ഭ്രമണ വേഗതയും അതേ തന്നെയാണ്, അതേ ഡ്യൂറേഷൻ തന്നെയാണ് എടുക്കുന്നത്, 27.25. ഇനി ചന്ദ്രന്റെ ഒരു മുഖം മാത്രമാണ് എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. ചന്ദ്രന്റെ ഒരു മുഖം മാത്രമാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. കാരണം ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? പരിക്രമണത്തിന്റെ അതേ വേഗതയിൽ തന്നെയാണ് അവന്റെ ഭ്രമണവും വരുന്നത്. ഓക്കെ അല്ലേ. ഇനി ആകാശത്ത് ചന്ദ്രൻ മാത്രമാണോ ഉള്ളത്? അല്ല, നക്ഷത്രങ്ങളും അല്ലാതെയുള്ള ചെറു ഗോളങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. സോ തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കാൻ എന്ത് രസമാണ്. എല്ലാം ഒരേ നിറമാണോ? അല്ല, പല നിറത്തിലുള്ള നക്ഷത്രങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലേ. സോ നമുക്ക് നോക്കാം എന്തെല്ലാം നിറങ്ങളുള്ള നക്ഷത്രങ്ങളെ കാണുന്നു. തിളക്കം കുറഞ്ഞ നക്ഷത്രങ്ങളും തിളക്കം കൂടിയതെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഒരേ സമയം ആകാശത്ത് എത്ര നക്ഷത്രങ്ങളെ എണ്ണാനാകും? ഒരുപാട് നക്ഷത്രങ്ങളുണ്ടാകും, എല്ലാം കൂടെ നമുക്ക് എണ്ണാൻ കഴിയില്ല. അപ്പോൾ എത്ര നക്ഷത്രങ്ങൾ നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് നിരീക്ഷിച്ചാൽ ഒരേ സമയം ഏകദേശം 3000 നക്ഷത്രങ്ങൾ കാണാം കേട്ടോ. 3000. ഭൂമിയുടെ ഭ്രമണം മൂലം നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒരു രാത്രി മുഴുവൻ നിരീക്ഷിച്ചാൽ ഏതാണ്ട് 6000 നക്ഷത്രങ്ങൾ കാണാനാകും. ഒരു ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചാൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാം. അനേകം കോടി നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ സാധാരണ ചോദിക്കാറില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി നക്ഷത്രങ്ങളുടെ ആകൃതി. ശാസ്ത്ര പുസ്തകത്തിൽ ഒരു നക്ഷത്രത്തിന്റെ ചിത്രം വരയ്ക്കൂ. നിങ്ങൾ വരച്ച ചിത്രം കൂട്ടുകാർ വരച്ചതുമായിട്ട് താരതമ്യം ചെയ്തു നോക്കൂ.
അപ്പോൾ നക്ഷത്രങ്ങളെ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു രീതിയിലേക്കാണ് വരയ്ക്കാറ്, അല്ലെ? ഈ ഒരു ഷേപ്പിലേക്കാണ് നമ്മൾ എളുപ്പത്തിന് വേണ്ടി വരയ്ക്കാറ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ആകാശഗോളങ്ങളാണ്. പൂർണ്ണചന്ദ്രനെ നാം വട്ടത്തിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ സൂര്യനെയും നക്ഷത്രങ്ങളെയും അതേ ആകൃതിയിൽ തന്നെയല്ലേ വരയ്ക്കേണ്ടത്, അല്ലേ? നമ്മൾ സൂര്യനെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് ചുറ്റും ഇങ്ങനെ കൊമ്പ് പോലെ ഇങ്ങനെ വരയ്ക്കും, അല്ലേ? എന്നാൽ ചന്ദ്രനെ വരയ്ക്കാൻ സമയത്ത് വട്ടത്തിന് അല്ലെങ്കിൽ അർദ്ധവൃത്താകൃതിയിലേക്ക് വരയ്ക്കും. അപ്പോൾ ഇതിന്റെ കാരണം സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളിൽ നിന്നും നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാമാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത്. അപ്പോൾ നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുകയാണ്, അല്ലെ? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ്. അപ്പോൾ ഈ നക്ഷത്രങ്ങളിലെ പ്രകാശം ഇതിലൂടെ പോകുന്ന സമയത്ത് അതിന്റെ സഞ്ചാരപാതയിൽ വ്യത്യാസം വരുന്നു. ആ സമയത്ത് അത് നമുക്ക് മിന്നി തിളങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ഇതിന്റെ ഈ തിളക്കമാണ് നമ്മൾ ഇങ്ങോട്ടും കൊമ്പൊക്കെ ആയിട്ട് വരയ്ക്കുന്നത്, കേട്ടോ. അതും ഗോളം തന്നെയാണ്, പക്ഷെ അതിന്റെ ആ ഒരു പ്രകാശം പോകുന്ന ദിശയാണ്, അതിന്റെ മിന്നിത്തിളങ്ങുന്ന ഭാഗമാണ് നമുക്ക് അതിനെ പല ഷേപ്പുകളും കൊടുക്കാൻ വേണ്ടി തോന്നുന്നത്. അപ്പോൾ നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാമാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ട് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നുന്നു. ഇനി ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. ജോഗ്രഫിയിൽ ഞാൻ പറഞ്ഞു തന്നതാണ്, അല്ലെ? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. സൂര്യനെ നാം എത്ര വലിപ്പത്തിലാണ് കാണുന്നത്? സൂര്യന് നാം ഭൂമിയേക്കാൾ വലിപ്പമുണ്ടോ? ഭൂമിയിൽ നിന്നും ഒരു ചെറിയ ഗോളം പോലെയാണ് സൂര്യൻ കാണപ്പെടുന്നത്. പക്ഷേ സൂര്യൻ ഭൂമിയേക്കാൾ വളരെ വലുതാണ്. ഏകദേശം 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രമാണ് സൂര്യൻ. അപ്പോൾ സൂര്യനകത്ത് നമുക്കൊരു 12 ലക്ഷം ഭൂമിയെ ഇട്ട് വെക്കാൻ കഴിയും. 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രമാണ് സൂര്യൻ. ഓക്കെ അല്ലേ? കുട്ടിയുടെ സംശയം നോക്കൂ. നമ്മുടെ സൂര്യൻ ഇത്ര വലുതാണോ? സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളുണ്ടോ? തിരുവാതിര നക്ഷത്രത്തിന്റെയും സൂര്യന്റെയും വലിപ്പം നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഇത് തിരുവാതിര നക്ഷത്രമാണ്, ഇത് സൂര്യനാണ്. നോക്കിയാൽ അപ്പോൾ സൂര്യനേക്കാൾ വലിയ നക്ഷത്രവും ഉണ്ടാ, അല്ലെ? സൂര്യനല്ല പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം. അപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലുതാണ് നക്ഷത്രങ്ങൾ. ഇത്രയും വലുതായിട്ട് നക്ഷത്രങ്ങൾ എന്തേ ചെറുതായി കാണുന്നത്? അത് ഭൂമിയിൽ നിന്ന് വളരെ അകലെ ആയതുകൊണ്ടാണ്, അല്ലേ? വളരെ അകലെ ആയതുകൊണ്ടാണ് നമുക്കത് ചെറുതായിട്ട് തോന്നാൻ കഴിയുന്നത്. കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള നക്ഷത്രങ്ങൾ നമുക്ക് ചെറുതായിട്ട് കാണുന്നു. സൂര്യൻ നമ്മുടെ ഭൂമിയുടെ അടുത്തായതുകൊണ്ട് നമുക്ക് അതിനെ കുറച്ച് വലിപ്പത്തിൽ കാണാൻ കഴിയുന്നു. അമേരിക്കയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് അതേ സെക്കൻഡ് കേൾക്കാനാവും. എന്നാൽ നാം കാണുന്ന നക്ഷത്രങ്ങളിൽ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ആൽഫ സെന്റോറി എന്ന നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിൽ നിന്ന് ഫോൺ ചെയ്താൽ ആ ശബ്ദം ഭൂമിയിലെത്താൻ 4 വർഷത്തിലധികം വേണ്ടി വരും. 4 വർഷം. അപ്പം അത്രയും ദൂരം ഉണ്ട് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഫാക്ട്, സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന നക്ഷത്രം ആൽഫ സെന്റോറി ആണ്. ഇനി മാനത്തെ ചിത്രപുസ്തകം. ഇനി നക്ഷത്രങ്ങളെ കൂട്ടുകാരാക്കാൻ ആഗ്രഹമില്ലേ? ഇവിടെ കുത്തുകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് നോക്കൂ, ഇത് ഏത് ആകൃതിയിലാണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പൂണിൻ്റെ ഷേപ്പാണ് കിട്ടുന്നത്, കണ്ടില്ലേ? ഇവിടെ നമുക്കൊരു സ്പൂണിൻ്റെ ഷേപ്പ് കിട്ടുന്നു. സോ ഈ നക്ഷത്രക്കൂട്ടത്തിനെ പറയുന്ന പേര് ബിഗ് ഡിപ്പർ അല്ലെങ്കിൽ വലിയ തവി എന്നർത്ഥമാണ്. ഇനി നാം ഭാരതീയർ ഇവയെ സപ്തഋഷികൾ 7 നക്ഷത്രങ്ങളിലെ സപ്തഋഷികൾ എന്ന് വിളിക്കുന്നു. വേനൽക്കാലത്ത് ഇവയെ സന്ധ്യയ്ക്ക് വടക്ക് ആകാശത്ത് കാണാം. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവയെ അർദ്ധരാത്രിയോടടുത്തും കാണാൻ കഴിയുന്നു. ഈ നക്ഷത്രഗണങ്ങൾ, പലതരത്തിലുള്ള നക്ഷത്രഗണങ്ങളുണ്ട്. സപ്തഋഷികളെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ ആകാശത്ത് പല രൂപത്തിലുള്ള നക്ഷത്രങ്ങൾ വരുന്നുണ്ട്, കണ്ടില്ല? ഓറിയോൺ, വേട്ടക്കാരന്റെ രൂപം, കണ്ടില്ല? ഒരു വേട്ടക്കാരന്റെ രൂപമാണ്, അസ്ത്രം കയ്യിലേന്തി നിൽക്കുന്ന ഒരു വേട്ടക്കാരന്റെ രൂപമാണ്. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. വേട്ടക്കാരന്റെ വാള്, തല ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്ക് മുകളിൽ കാണാം. ഇതിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര. കണ്ടില്ലേ? ഇതാണ് തിരുവാതിര നക്ഷത്രം. വലിയ നക്ഷത്രം, സൂര്യനേക്കാൾ വലുത് എന്ന് നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ട നക്ഷത്രം. ഇനി കാശ്യപി എന്ന് പറയുന്ന നക്ഷത്രം. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാശ്യപിയെ കാണാം. ഇനി മലയാള മാസങ്ങളും താരാഗണങ്ങളും. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്ക് മുകളിൽ അല്പം മാത്രം തെക്ക് മാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് ചിത്രത്തിൽ.
ഇവയെ ക്രമമായി യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു തേളിൻ്റെ രൂപമാണ് അല്ലേ. ആകാശത്തെ ഒരു കൂറ്റൻ തേള്. ഇതിന് നമ്മൾ പറയുന്ന പേര് വൃശ്ചികം എന്നാണ്. വൃശ്ചികം എന്നതൊരു മലയാള മാസത്തിൻ്റെ കൂടി പേരല്ലേ. ഇതുപോലെ 12 മലയാള മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്രങ്ങളും ആകാശത്ത് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. സോ നക്ഷത്രങ്ങൾ, പലതരത്തിലുള്ള നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളുടെ കൂട്ടം. ഇപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളുടെ പേരൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നക്ഷത്ര മാപ്പ്. കൂടുതൽ നക്ഷത്രം എല്ലാം നമുക്കിങ്ങനെ വരച്ചു ചേർത്ത് ഒരു മാപ്പായിട്ട് ചിത്രീകരിക്കാൻ കഴിയും. അതാണ് നക്ഷത്ര മാപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സോ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവയിൽ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളെ ചില കാലങ്ങൾ രാത്രി ആകാശത്ത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ഗ്രഹങ്ങൾ പൊതുവെ മിന്നുന്നില്ല. നക്ഷത്രങ്ങളെക്കാളും കൂടിയ തിളക്കത്തിലും വലുപ്പത്തിലുമാണ് പൊതുവെ അവയെ കാണുന്നത്. സോ അതിനെ നിരീക്ഷിച്ച് എഴുതാൻ കുട്ടികളോട് പറയുന്നുണ്ട്. സോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ വളരെ ചെറിയൊരു പാഠം, 6ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരികയാണ്. നമ്മൾ അധികം വൈകാതെ ഹൈസ്കൂളിലേക്ക് കടക്കും കേട്ടോ. ഹൈസ്കൂളിലേക്ക് കടക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ക്ലാസ് പരമാവധി സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാനും ഇനി NCERT-യിലേക്ക് കടക്കണം നമുക്ക് കേട്ടോ. NCERT-യിലേക്ക് കടക്കാനൊക്കെ കഴിയാം. സോ നമ്മളിന്ന് പഠിച്ചു, സൂര്യൻ കിഴക്കൊതിച്ച് പടിഞ്ഞാറസ്തമിക്കുന്നതായി തോന്നുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് മൂലമാണ് ഓരോ ദിവസവും നാം ചന്ദ്രനെ കാണുന്ന സ്ഥാനം മാറി വരുന്നത്. ചന്ദ്രന് വൃദ്ധിക്ഷയം ഉണ്ടാകുന്നു എന്ന് പഠിച്ചു. ചന്ദ്രന്റെ ഒരു മുഖം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതിന്റെ പരിക്രമണവും ഭ്രമണവും ഒരേ വേഗതയിലായതുകൊണ്ടാണ്. പിന്നെ നക്ഷത്ര കൂട്ടങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഗ്രഹങ്ങളെ ആകാശത്ത് നിന്ന് നിരീക്ഷിക്കണമെന്ന് നമ്മൾ പഠിച്ചു. ദെൻ ഭൂമിയുടെ ഭ്രമണം, ചന്ദ്രന്റെ പരിക്രമണം എന്നിവ സൂചിപ്പിക്കുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കണം. അത് കുട്ടികളാണ് പഠിച്ചത്. അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല. സോ ഡിയർ ഫ്രണ്ട്സ്, ഈ ക്ലാസ് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് തൊട്ടടുത്ത് തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. നന്ദി.